ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഗസ്റ്റാൾട്ട് ഫിലോസഫി ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ വി പെർസീവ് ആൻഡ് ഗ്രൂപ്പ് വിഷ്വൽ എലമെന്റ്സ്. ഇവിടെ എന്താ ചെയ്യുന്നത്? വിഷ്വൽ എലമെന്റ്സിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇമേജ് നോക്കിക്കേ, നമ്മൾ എങ്ങനെയാ ഇതിനെ പറയാ? ലോ ഓഫ് ഇതിനെ ഈ ഒരു ഇമേജിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? 6 ലൈൻ എന്ന് പറയുമോ അതോ 3 ലൈനിന്റെ 2 സെറ്റ് എന്ന് പറയുമോ? നമ്മൾ എപ്പോഴും എന്താ പറയാ? 3 ലൈനിന്റെ 2 സെറ്റ് എന്നാ പറയാ. കാരണം എന്താ? 3 ലൈൻ ഒരുമിച്ച് നിൽക്കുന്നു, മറ്റേ 3 ലൈൻ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? ഈ 3 ലൈൻ ഒരു സെറ്റാ അല്ലെ? അവർ ഒരുമിച്ച് നിൽക്കുന്നവരെന്തായി? ഒരു ഗ്രൂപ്പായി, മറ്റേത് ഒരു ഗ്രൂപ്പായി. ഓക്കെ, സോ അതാണ് നമ്മുടെ വേ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഇപ്പൊ നമ്മളൊരു ഒരു ഒരു വലിയ ഒരു മനുഷ്യനും ഒരു മീൻസ് നമ്മൾ ഒരു ഏജ് എടുക്കുക, ഒരു 40-50 ഇയേഴ്സ് ഉള്ള ഒരു മനുഷ്യനും ഒരു കുട്ടിയും കൂടെ നിൽക്കുന്ന കണ്ടാൽ നമ്മുടെ പെട്ടെന്നുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ് എന്താണ്? അത് അച്ഛനും മോനും ആയിരിക്കുന്ന അല്ലെ? നമ്മൾ അവരെ രണ്ടിനെ എന്തായി? ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഈ ഇൻഫർമേഷനെ എന്ത് ചെയ്യുന്നത്? ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ പ്രോക്സിമിറ്റി ലോ എന്താ പറയുന്നത്? ബ്രെയിൻ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് proximity law പറയുന്നത്. So according to this law, objects or shapes that are close together are more likely to be seen as a single unified group or pattern. അപ്പം അടുത്തടുത്തുള്ളവരെ എന്തായി? നമുക്കൊരു ടെൻഡൻസി എന്താ? അടുത്തുള്ളവരെ ഒരുമിച്ചങ്ങ് നിർത്തുക അല്ലേ? ഗ്രൂപ്പ് ആക്കുക എന്നുള്ളതാണ്. This principle suggests that our brain naturally organize information based on the proximity of the components, allowing us to quickly make sense of complex visual scenes. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് മാറ്റുമ്പോൾ എന്തായി? കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സീൻ ആണെങ്കിൽ പോലും നമ്മൾ എന്തായി? അതിനെ ബ്രേക്ക് ചെയ്തിട്ട് പല ഗ്രൂപ്പുകളിലാക്കി. അപ്പൊ പിന്നെ നമുക്ക് എന്തായി? അത് ബ്രെയിനിന് മനസ്സിലാക്കാനും അതിനെ പെർസീവ് ചെയ്യാനും എളുപ്പമുണ്ടായി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻ പെർസീവ് ചെയ്യുന്നത്. സോ ഒബ്ജക്ട്സ് ഓർ ഷേപ്സ് that are physically closer together are perceived as being more related or connected. The law of proximity helps us quickly identify patterns, relationships and structures within a visual field. Okay, ഇതിപ്പോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, ലോ ഓഫ് സിമിലാരിറ്റി. ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഗസ്റ്റസ് ലോ ഓഫ് സിമിലാരിറ്റി എക്സ്പ്ലെയിൻസ് ഹൗ ആ ബ്രെയിൻ ഗ്രൂപ്പ് ടുഗെദർ വിഷ്വൽ എംപ്ലിമെന്റ്സ് ദാറ്റ് ഷെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ലോ ഓഫ് സിമിലാരിറ്റി എന്ന് എഴുതിയിരിക്കുന്ന ഫിഗറിൽ ഡോട്ട്സ് ആ ഉള്ളത്. എത്ര ഡോട്ട്സ് ഉണ്ട്? 4 റോസ്, സോറി 4 കോളംസും 6 റോസും ഉണ്ട്. ഓക്കെ, 24 ഡോട്ട് ഉണ്ട്. അപ്പം ഈ 24 ഡോട്ടിനെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? റെഡ് കളർ ഡോട്ടിനെ ഒരുമിച്ചും ബ്ലൂ കളർ ഡോട്ടിനെ ഒരുമിച്ചും കാണുന്നത്. അതായത് ഇതിന്റെ എന്താണ്? എല്ലാം ഡോട്ട്സ് ആണ് അല്ലെ? പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക് വെച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്തു. സിമിലാരിറ്റി വെച്ചിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്തു. ഈ ഇമേജിലും അത് തന്നെയാണ് കാണുന്നത്. പിങ്ക് ഡ്രസ് ഇട്ടിരിക്കുന്നവരെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തു, ബ്ലൂ ഡ്രസ് ഇട്ടിരിക്കുന്നവരെ എന്ത് ചെയ്തു? ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തു. അതായത് കളർ വൈസ് ഇവിടെ സിമിലാരിറ്റി കണ്ടുപിടിച്ച് കളർ ഒരു ക്യാരക്ടറിസ്റ്റിക്, സിമിലർ ക്യാരക്ടറിസ്റ്റിക് ആയി എടുത്തിട്ട് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഓർഗനൈസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു, ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, സോ എന്താ നമ്മൾ പറയുന്നത്? ബൈ റെക്കഗ്നൈസിങ് ദീസ് പാറ്റേൺസ് വി ക്യാൻ മോർ ഈസിലി പെർസീവ് ഓബ്ജെക്ട്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് വിതിൻ എ കോംപ്ലക്സ് സീൻ. അപ്പൊ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സീൻ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വെക്കുന്നു. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്? ദർ ഇസ് എ ഗ്രൂപ്പിംഗ് ദെയർ. ദാറ്റ് ഇസ് ലോ ഓഫ് സിമിലാരിറ്റി. പിന്നെ എന്താണ് നെക്സ്റ്റ്? ലോ ഓഫ് ക്ലോഷർ ആണ്. ലോ ഓഫ് ക്ലോഷർ എന്താ പറയുന്നത്? ഇമേജ് നോക്കിക്കേ, നമ്മൾ എങ്ങനെയാ കാണുന്നത്? ഈ ഇമേജ് എങ്ങനെയാ കാണുന്നത്? ബ്രോക്കൺ ഇമേജ് ആയിട്ടാണോ കാണുന്നത്? അല്ല, നമുക്കൊരു റോംബസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടിൽറ്റഡ് സ്ക്വയർ ആയിട്ടോ ആണ് തോന്നുന്നത്. ആ ഫുൾ ടിൽറ്റഡ് സ്ക്വയർ ആണോ? അല്ല, ബ്രോക്കൺ ലൈൻസ് ആണിത്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു ക്ലോസ്ഡ് ഇമേജ് ആ വേണ്ടത്. എപ്പോഴും ഒരു ഹോൾ ആയിട്ടുള്ള ഇമേജ് ആ വേണ്ടത് അല്ലെ? സോ നമ്മൾ എന്താ, നമ്മുടെ ടെൻഡൻസി എന്താ? നമ്മുടെ ബ്രെയിനിന്റെ ടെൻഡൻസി എന്താ? അതിനെ ക്ലോസ് ചെയ്യുക. അവിടെ ഇല്ലെങ്കിൽ പോലും, മിസ്സിംഗ് ആയിട്ട് അവിടെ പാർട്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഗസ്റ്റസ് ലോ ഓഫ് ക്ലോഷർ എക്സ്പ്ലെയിൻസ് ഹൗ അവർ ബ്രെയിൻ നാച്ചുറലി ഫിൽ ഇൻ മിസ്സിംഗ് ഇൻഫർമേഷൻ. ബ്രെയിൻ എന്ത് ചെയ്യും? നാച്ചുറലി തന്നെ എന്ത് ചെയ്യും? ഈ മിസ് ആയിക്കൊണ്ടിരിക്കുന്ന പാർട്സിനെ അങ്ങ് ഫില്ല് ചെയ്ത് കളയും ടു പെർസീവ് കംപ്ലീറ്റ് ഷേപ്പ് ആൻഡ് ഓബ്ജെക്ട്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ എന്തായി? ഇതൊരു കംപ്ലീറ്റ്നെസ് വന്നു, അതൊരു പെർഫെക്റ്റ് ഷേപ്പ് ആയി. നമുക്കിപ്പോ എന്തായി? അത് ഒബ്സർവ് ചെയ്യാൻ എളുപ്പമുണ്ട്. സോ ദിസ് ഇസ് വാട്ട് ലോ ഓഫ് ക്ലോഷർ. പിന്നെ വരുന്നത് ലോ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഗസ്റ്റസ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എക്സ്പ്ലെയിൻസ് ഹൗ ആ വിഷ്വൽ സിസ്റ്റം ഫോളോസ് smooth continuous path rather than interrupted abrupt changes or disruptions. ഇപ്പൊ ഇത് കണ്ടില്ലേ? നമ്മളിപ്പം എന്താ ശരിക്കും അത്
പലയിടത്തായിട്ട് ഇട്ടിരിക്കുന്ന ഡോട്ട്സ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ആ മഞ്ഞ പോർഷൻ നോക്കിക്കഴിഞ്ഞാല് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മഞ്ഞ പോർഷനിലുള്ളിൽ എന്താ നീല ഡോട്ട്സ് ഉണ്ട്, പലയിടത്തായിട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെയാ അതിനെ കാണുന്നത്? നമ്മളൊരു കേർവ്ഡ് പാത്ത് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാ? കാരണം നമുക്ക് അവിടെ ഒരു കണ്ടിന്യൂറ്റി വേണം. നമ്മളെ ബ്രെയിൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അതൊരു കണ്ടിന്യൂസ് പാത്ത് ആണെന്ന് വിചാരിച്ചാ വർക്ക് ചെയ്യുന്നത്. കണ്ടിന്യൂസ് പാത്ത് ആണോ? അല്ല. അതൊരു മഞ്ഞ പേപ്പറിൽ പലയിടത്തായിട്ട് ഡോട്ട് ഇട്ടേക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂസ് എന്താ പറയാ തിരിഞ്ഞു കിടക്കുന്ന ഒരു എസ് പോലെയോ അങ്ങനെ എന്തെങ്കിലും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ കണ്ടിന്യൂറ്റി എക്സ്പ്ലെയിൻസ് ഹൗ ആ വിഷ്വൽ സിസ്റ്റം ഫോളോസ് സ്മൂത്ത് കണ്ടിന്യൂസ് പാത്ത് rather than interrupted abrupt changes or disruptions. Okay, this principle helps us make sense of complex visual scenes by perceiving objects and shapes as seamless wholes. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് സീയിങ് ദോസ് ഡോട്ട്സ് ആസ് സെപ്പറേറ്റ് ഡോട്ട്സ് നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ എന്തായിട്ട് കണ്ടു? ഒരു എന്താ പറയാ ഹോൾ ഇമേജ് ആയിട്ട് കണ്ടു, ഒരു ഹോൾ സിസ്റ്റം ആയിട്ട് കണ്ടു. അതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി ലോ ഓഫ് ഫിഗർ ആൻഡ് ഗ്രൗണ്ട് ആണ്. ഫിഗർ ആൻഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? According to this law, when we look at a visual scene, our brain automatically separates the main object